ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ നമുക്ക് അല്പം വായിക്കാം. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കി ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കാൻ ശ്രമിക്കുകയും ചെയ്യുവേൻ. ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെയായിരിക്കണം, വിളിക്കപ്പെട്ടവർ എങ്ങനെയായിരിക്കണം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വിനയത്തോട്, പൂർണ്ണ വിനയത്തോട്. എങ്ങനെ? വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയം. അപ്പം വിനയവും സൗമ്യത താഴ്മ ഇല്ലാത്തവരെ വിളിക്ക് യോഗ്യമാവണ്ണം ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. വിളിച്ചിട്ടുണ്ട്, പക്ഷെങ്കിൽ ആ വിളിക്ക് ഒത്തവണ്ണം ജീവിക്കാത്തവരാണ് സൗമ്യതയില്ലാത്തവർ, താഴ്മയില്ലാത്തവർ, ദീർഘക്ഷമയോ ഇല്ലാത്തവർ. അതുകൊണ്ട് ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുന്നവരായിരിക്കണം. ആത്മാവിൻ്റെ ഐക്യത, ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും തമ്മിൽ ഐക്യപ്പെട്ടെങ്കിൽ മാത്രമേ ഈ ദൈവിക സ്വഭാവമാകുന്ന സൗമ്യത. നമുക്കറിയാം, നമ്മുടെ കർത്താവ് രോമം കത്രിക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ സൗമ്യതയുള്ളവനായി നിന്നു എങ്കിൽ ആ ദൈവത്തിൻ്റെ, ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരാത്തിടത്തോളം കാലം നമുക്ക് സൗമ്യതയിൽ ജീവിക്കുവാൻ കഴിയില്ല, താഴ്മ ധരിക്കുവാൻ കഴിയില്ല. താഴ്മ സ്വയം ധരിക്കാതിരിക്കുന്നത് മാത്രമല്ല, മറ്റുള്ളവരെയും താഴ്മയോടെ ജീവിക്കുന്നവരെയും സൗമ്യതയോടെ ജീവിക്കുന്നവരെയും ജീവിക്കാൻ അനുവാദിക്കാത്ത ഒരനുഭവം ഉണ്ടാകും. സൗമ്യതയോടെ താഴ്മയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ പോലും അങ്ങനെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു അനുഭവം നമ്മളിൽ ഉണ്ടാകണം. അതുകൊണ്ടൊരു ദൈവമക്കൾക്ക് വിശ്വസിക്കണം. കർത്താവായ യേശുക്രിസ്തുവിലും അവൻ്റെ വചനത്തിലും വിശ്വസിച്ച് ആ വചനം ഏറ്റെടുത്ത് ജീവിക്കുന്നവരായിരിക്കണം. രണ്ടാമത് ശുദ്ധീകരണം പ്രാപിച്ചവരായിരിക്കണം. രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരായിരിക്കണം. നീതീകരണം പ്രാപിച്ചവരായിരിക്കണം. വീണ്ടും ജനനം സംഭവിക്കണം. ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ജീവിക്കുന്നവരായിരിക്കണം. ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ സൗമ്യത ഒട്ടും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാനിടയാകണം. ഞാനെന്നുള്ള ഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും നാം ദൈവത്താൽ കഴുകൽ പ്രാപിച്ചവരല്ല, ആത്മീയതയിൽ വളരുന്നവരല്ല. നാം എന്തൊക്കെയോ നമുക്ക് അറിവുണ്ട്, അത് പുലമ്പിക്കൊണ്ട് നടക്കുന്ന ഒരവസ്ഥ ആയിരിക്കും. നമുക്കറിയാം, എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്: മുൻകൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് തന്നെ അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദാനത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര ലഭിക്കാത്തവർക്ക് സൗമ്യത ഉണ്ടാകുവാൻ വലിയ പ്രയാസമാണ്. താഴ്മ ധരിക്കുവാൻ വലിയ പ്രയാസമാണ്. കർത്താവിൽ പ്രശംസിക്കാതെ സ്വയം പ്രശംസ ഏറ്റെടുക്കുവാനായി ഓടുന്നവരായിരിക്കും. വീണ്ടും എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 2:9 പറയുന്നു: ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല,
നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണോ നാം ഓരോരുത്തരും? വീണ്ടും അവിടെ പറയുന്നത് 5-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വചനത്തിൽ പറയുന്നത് 4-ാം അധ്യായത്തിൻ്റെ 4-ൽ അത് നമ്മൾ വിളിച്ചവർക്ക് യോഗ്യമാവണ്ണം ജീവിക്കുന്നവരായിരിക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ വിളിച്ച വിളിക്കനുസരിച്ചാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നുള്ളതാണ് ദൈവം നമ്മളോട് ചോദിക്കുന്നത്. വിളിച്ച വിളിക്ക് യോഗ്യന്മാരായി ജീവിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രശംസിക്കുന്നതിൽ പ്രയോജനമില്ല എങ്കിൽ അത് ആവശ്യമായിരിക്കുന്നു. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം ഇങ്ങനെ പറയുകയാണ്: 1 കൊരിന്ത്യർ 12:2. പറയുന്നു, നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ ഈ ഊമ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോവുക പതിവായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. ഊമ വിഗ്രഹത്തിൻ്റെ അടുത്ത് പോയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ എന്തായിരിക്കും? സ്വയപ്രശംസയായിരിക്കും. എന്നാൽ ഇന്ന് നമ്മൾ സ്വയം പ്രശംസിക്കുന്നവരാണെങ്കിൽ നാമും ആ ഊമ വിഗ്രഹത്തിൻ്റെ അടുത്ത് പോകുന്ന വ്യക്തിയെ പോലെ തന്നെയാണ്. നമ്മളിൽ സൗമ്യതയില്ല എങ്കിൽ, താഴ്മയില്ല എങ്കിൽ ആ ഊമ വിഗ്രഹത്തിൻ്റെ അടുത്ത് പോകുന്നവരെ പോലെ തന്നെയാണ്. നാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പ്രസംഗിക്കുന്നു, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നാം നമ്മുടെ പ്രവൃത്തി ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനനുസരിച്ച് നാം ജീവിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ക്രിസ്തുവിലുള്ള വീണ്ടും ജനനം പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ നമ്മുടെ ആത്മാവും പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവും തമ്മിൽ ഐക്യപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിളിക്ക് യോഗ്യരായി തീർന്നു എന്നുള്ളതാണ് നാം ഇന്ന് പരിശോധിക്കേണ്ടത്. ദൈവം നമ്മെ വിളിച്ചു, വിളി കേട്ടു, പക്ഷേ വിളിച്ചപ്പോൾ പറഞ്ഞതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം നമ്മെ പരിശോധിക്കേണ്ടത്. ദൈവം തമ്പുരാൻ അതിന് നമ്മളെ തന്നെ ശോധന ചെയ്ത് പരിശോധിച്ച് ജീവിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.